ഫ്രണ്ട്സ്, ജെമിനി പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി കിടുക്കൻ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേവതിയുടെ കാലൊടിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് തന്നെ അച്ചമ്മ വരുന്നുണ്ട് കേട്ടോ, രേവതിയെ നോക്കാനും അതുപോലെ ഒന്ന് എല്ലാവരെയും നിയന്ത്രിക്കാനുമായിട്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ശ്രുതിക്കും ഒക്കെ നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട് അച്ചമ്മ. അത് പോരാഞ്ഞിട്ട് അസുഖമായ രേവതിയെ ഇട്ടിട്ട് തീർത്ഥാടനത്തിനെന്ന് പറഞ്ഞു പോയ ചന്ദ്രക്കിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ കിടിലം പണി. ചന്ദ്ര തിരിച്ചു വന്നതിന് ശേഷമൊക്കെ അച്ചമ്മ തിരിച്ചു പോവുള്ളൂ. ചന്ദ്ര തിരിച്ചു വന്നു കഴിയുമ്പം ചന്ദ്രയെ നിലയ്ക്ക് നിർത്തി നല്ലൊരു കിടുക്കം പണിയും കൊടുത്തിട്ടാണ് നമ്മുടെ അച്ചമ്മ പോകുന്നത്. പിന്നെ അതിൻ്റെ പേരിൽ ചന്ദ്രയ്ക്ക് ആകെപ്പാടെ ഒരു മനപ്രയാസമൊക്കെ ആകുന്നുണ്ട് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രേവതി വയ്യാതെ കിടക്കുമ്പോൾ തന്നെ അച്ചമ്മ എത്തുകയാണ്. കാരണം രേവതി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാല് വയ്യാതെ കിടക്കുവാണെന്നുള്ള കാര്യം. അപ്പോൾ അച്ചമ്മ ചോദിക്കുകയായിരുന്നു, എന്തിയെ ചന്ദ്ര എവിടെ ഇല്ലേ, നിൻ്റെ കാര്യങ്ങളൊക്കെ അവൾ നോക്കുമല്ലോ അല്ലേ. അപ്പോൾ രേവതി പറയാ, അത് അച്ചമ്മേ, അമ്മ ഒരു തീർത്ഥാടനത്തിന് പോയി ഇന്ന് രാവിലെ. ഇവിടെ ഇപ്പോൾ ആരുമില്ല, ഞാനും സച്ചിയേട്ടനും മാത്രമേ ഉള്ളൂ. സച്ചിയേട്ടൻ എൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട് അച്ചമ്മയെന്ന് പറയുക. അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, അതെന്താ ചന്ദ്ര ഈ സമയത്തൊരു തീർത്ഥാടനം, അത് പതിവില്ലാത്തതാണല്ലോ. അപ്പം രേവതി പറയാ, അത് ഭാമാൻ്റി വിളിച്ചപ്പോൾ പോയതാ. ഭാമാൻ്റിയുടെ കൂടെ എവിടെയൊക്കെയോ കുറച്ച് ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടേ വരുള്ളൂ, 2 ആഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അച്ചമ്മ പറയണേ, 2 ആഴ്ച കഴിഞ്ഞിട്ടോ? 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ അവൾ എവിടെ പോയതാ? ഇതെന്താ ഇത്, സന്യാസത്തിനോ മറ്റോ പോയതാണോ? നിന്റെ കാല് വയ്യാതിരിക്കുകയാണെന്നുള്ള കാര്യം അവൾക്കറിയില്ലേ? 6 ആഴ്ച നിനക്ക് കാലനക്കാൻ വയ്യെന്നുള്ള കാര്യം. അങ്ങനെയുള്ളപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? മാത്രമല്ല രേവതി, നീ കിടക്കുമ്പോൾ നിന്റെ ഭക്ഷണ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അത് ചന്ദ്രയുടെ ഉത്തരവാദിത്തമല്ലേ. അപ്പോഴേക്കും രേവതി പറയാ, അതൊന്നും സാരില്ല അച്ചമ്മേ, എൻ്റെ കാര്യങ്ങളൊക്കെ സച്ചിയേട്ടൻ നന്നായിട്ട് നോക്കുന്നുണ്ട്, അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അച്ചമ്മ പറയാണ്, ആ ശ്രുതിയും വർഷയൊക്കെ ഉണ്ടല്ലോ അല്ലേ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പോൾ രേവതി പറയാ, അതച്ചമ്മേ, അവർക്കൊക്കെ ജോലിയില്ലേ, അവരൊക്കെ ജോലിക്ക് പോകും, അതുകൊണ്ട് അടുക്കളയിൽ ഇപ്പം ഒന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. സച്ചിയേട്ടൻ കയറി എനിക്ക് സച്ചിയേട്ടനും അച്ഛനുമുള്ള കഞ്ഞിയൊക്കെ ഉണ്ടാക്കും, ബാക്കി കാര്യങ്ങളൊന്നും അടുക്കളയിൽ ചെയ്യാറില്ല എന്ന് പറയുക. അപ്പോൾ അച്ചമ്മ ചോദിക്കുക, അവരപ്പോൾ എവിടുന്നാ ഭക്ഷണം കഴിക്കുക? അവരൊന്നും വെച്ചുണ്ടാക്കാതിരുന്നാൽ അവർക്ക് കഴിക്കണ്ടേ ഭക്ഷണം? അപ്പോൾ രേവതി പറയുന്നുണ്ട്, അത് അവർ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും, ഇല്ലെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കും, വീട്ടിൽ വെക്കുന്നൊന്നുമില്ല, വെക്കാൻ അവർക്കൊന്നും അത്ര അറിയയില്ല, അതുപോലെ തന്നെ അവർക്കതിനൊന്നും സമയമില്ലല്ലോ അച്ചമ്മയെന്ന് പറയാം. അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, വീട് തൂത്തുവാരിയേയും തുടയ്ക്കുകയും വിളക്ക് കത്തിക്കുകയും കോലം വരികയൊക്കെ ചെയ്യണ്ടേ, അത് ചെയ്യുന്നില്ലേ ശ്രുതിയും വർഷയൊന്നും? അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതൊന്നും അവർക്ക് അത്ര പിടുത്തമില്ലല്ലോ എന്നേ, വർഷയ്ക്കും അങ്ങനെയൊന്നും അറിയില്ല, ശ്രുതിക്കാണെങ്കിൽ ഒട്ടും അറിയില്ല, അതുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല. സാരല്ല അച്ചമ്മേ, ഞാൻ എല്ലാ അസുഖവും മാറി എണീക്കുമ്പം എല്ലാ കാര്യങ്ങളും ചെയ്തോളാന്ന് പറയാം. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, അപ്പം നിൻ്റെ കാര്യം അവിടെ അതോ ഗതി, ഇത്രയും നാളും ഊണോ ഉറക്കോ ഇല്ലാതെ എണീറ്റ് കിടന്ന് എല്ലാവർക്കും വേണ്ടി പണിയെടുത്ത് ഒരു വേലക്കാരിയെ പോലെ നിന്ന നിന്നെ ഇപ്പോൾ ഒന്ന് കിടപ്പായപ്പം നോക്കാൻ ചുരുക്കം പറഞ്ഞാൽ അവിടെ ആരും ഇല്ലല്ലേ മോളെ എന്ന് ചോദിക്കുക. അപ്പം പറയുന്നുണ്ട് രേവതി, അല്ല അത് സച്ചിയേട്ടനുണ്ട് കേട്ടോ, സച്ചിയേട്ടൻ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന് പറയുമ്പം അച്ചമ്മ പറയാ, അവൻ ഓട്ടത്തിന് പോകണ്ടേ, അവൻ പോകാതെ നിൻ്റെ അടുത്ത് തന്നെ ഇരുന്നാൽ എങ്ങനെയാ കാര്യങ്ങളൊക്കെ കഴിയുക? വീട്ടു ചെലവിനുള്ള പൈസ കൂടുതലും കൊടുക്കുന്നത് സച്ചി തന്നെയല്ലേ, അപ്പോൾ പിന്നെ അവനങ്ങനെ വീട്ടിൽ ഇരുന്നാൽ ശരിയാവില്ലല്ലോ മോളെ എന്ന് പറയുമ്പം രേവതിയൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അച്ചമ്മ പറയാ, നീ പേടിക്കണ്ട കേട്ടോ, ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ട് വരാം, ഞാൻ വന്ന് നിൻ്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നോക്കിക്കോളാമെന്ന് പറയാം. അങ്ങനെ അച്ചമ്മ വരുന്നുണ്ട്. വരുമ്പം തന്നെ നല്ല ദേഷ്യത്തിലാണ് കേട്ടോ വരുന്നത്. കയറുമ്പോഴേ നമ്മുടെ രവിയെ വിളിച്ചിട്ട് ചോദിക്കുക, എടാ രവി, നിൻ്റെ ഭാര്യ എന്തേടാ ചന്ദ്ര, അവൾ എവിടെ പോയടാന്ന് ചോദിക്കുക. അപ്പോഴേക്കും രവി പറയാം, അതമ്മേ, അവളൊരു തീർത്ഥാടനത്തിന് പോയിരിക്കുക, ആ ഭാമയുടെ കൂടെ, പണം കൂടി ഭാമ കൊടുത്തോളാന്ന് പറഞ്ഞു. 2-3 ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടേ അവൾ വരുള്ളൂ. വീട്ടിൽ മുഴുവൻ കഷ്ടകാലമല്ലേ, അതുകൊണ്ടാന്ന് പറയാം. ഓഹോ, വീട്ടിൽ കഷ്ടകാലമായപ്പം നിൻ്റെ ഭാര്യ അങ്ങ് തീർത്ഥാടനത്തിന് പോയല്ലേ, അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊന്നും അവൾക്ക് അറിയണ്ട, അതുകൊണ്ടല്ലേ പോയത് എന്ന് ചോദിക്കുക. അപ്പോൾ രവി പറയുന്നുണ്ട്, എന്ത് പറയാനാ അമ്മേ, അങ്ങനെ പോകണ്ടെന്ന് പറയാൻ പറ്റുമോ? അമ്പലത്തിലേക്കല്ലേ, അതും ഓരോരോ ആപത്തായിട്ട് കുടുംബത്ത് വന്ന് ചേരുമ്പം വഴിപാടുകളൊക്കെ ചെയ്യാൻ അവൾ പോകണമെന്ന് പറയുമ്പം ഞാനെങ്ങനെയാ തടസ്സം നിൽക്കുക?
അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. അല്ലേലും നീ തടസ്സം നിൽക്കില്ലെന്ന് എനിക്കറിയാം. നിനക്ക് നിന്റെ ഭാര്യയെ പേടിയല്ലേ? അവള് കണ്ണ് തുറച്ചൊന്ന് നിന്നെ നോക്കിയ നീ അവിടെ നിന്ന് മുള്ളില്ലേ? അങ്ങനെയുള്ള നീ അവളോട് പോകണ്ടെന്ന് നേരെ നോക്കി പറയുവോ? അപ്പം രവി പറയാം, അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്കാരെയും പേടിയൊന്നുമില്ല. പിന്നെ ആവശ്യമില്ലാതെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് വെച്ചാ ഞാൻ മിണ്ടാതിരിക്കുന്നത്. എടാ, രേവതി മോളുടെ കാലൊടിഞ്ഞ് കിടക്കുകയല്ലേടാ. 6 ആഴ്ച അവൾക്ക് കാലനക്കാൻ വയ്യാതെ കിടക്കണം. പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? വീട്ടിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? ഇത്രയും നാളും രേവതി ഉണ്ടായിരുന്നപ്പം വീട്ടിലെ കാര്യങ്ങളൊന്നും ആരും അറിഞ്ഞില്ലല്ലോ. സമയത്ത് മേശപ്പുറത്ത് വന്നിരിക്കുമ്പം ഭക്ഷണം അവിടെ റെഡിയായിരുന്നല്ലോ. ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവൾ കിടപ്പായപ്പം ആരുണ്ടാക്കും ഇതൊക്കെ? അവളുടെ കാര്യങ്ങൾ ആരും നോക്കും? ഒരു നേരം ഭക്ഷണമാണേലും അവൾക്ക് ആര് കൊടുക്കും? അതിനെക്കുറിച്ച് നീ ചിന്തിച്ചോ? ചന്ദ്ര ഇവിടെ നിന്ന് രേവതിയുടെ കാര്യങ്ങൾ നോക്കേണ്ടതല്ലേ? അതുപോലെ ഈ വീട്ടിലെ കാര്യങ്ങളും നിന്റെ കാര്യങ്ങളൊക്കെ. അവളപ്പം മനഃപൂർവ്വം 2 ആഴ്ചത്തേക്ക് മാറി നിന്നതാ. വീട്ടുജോലിയൊന്നും ചെയ്യാനും പറ്റില്ല, രേവതിയെ നോക്കാനും പറ്റില്ല. എന്താ എല്ലാവരും പൊട്ടന്മാരാണെന്ന് നീ വിചാരിച്ചോ? നിന്നെ പോലെ കിഴങ്ങന്മാരല്ല എല്ലാവരും. അത് മനസ്സിലാക്കുകയോ രവി എന്ന് പറയാം. അപ്പം രവി പറയുന്നുണ്ട്, അമ്മ വന്ന വഴി നിന്നിങ്ങനെ വഴക്കുണ്ടാക്കാതെ അകത്തോട്ട് കയറി വാ, അകത്ത് വന്നിരിക്കുക. അമ്മ വൈകുന്നേരമല്ലേ പോകുന്നുള്ളൂ. അപ്പോഴേക്കും അച്ഛമ്മ പറയാം, നിനക്കെന്നെ പറഞ്ഞു വിടാൻ ധൃതിയായല്ലേ? ഞാൻ വൈകുന്നേരം ഒന്നും പോകുന്നില്ല. എൻ്റെ രേവതി മോളുടെ അസുഖം മാറിയിട്ടേ പോകുന്നുള്ളൂ. ഞാൻ അവളെ നോക്കാൻ വേണ്ടി വന്നതാ. പിന്നെ ഇവിടെ ചിലരെയൊക്കെ ഒന്ന് നേരെ നിർത്തുകയും വേണം. നിന്റെ ഭാര്യ ചന്ദ്രയുണ്ടല്ലോ, അവൾ വന്ന് അവളെ കണ്ട് 2 വാക്ക് സംസാരിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പണമില്ലാത്ത വീട്ടിലെ പെൺകുട്ടി ആയതുകൊണ്ടല്ലേ രേവതിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. നിന്റെ മറ്റു മരുമക്കൾക്കാണ് ഇങ്ങനെ വന്നെങ്കിൽ ചന്ദ്ര അവരെ ഇട്ടിട്ട് പോവായിരുന്നോ? പാലും തേനും കൊടുത്ത് അടുത്തിരിക്കില്ലായിരുന്നോ? അവൾ വരട്ടെ ഇങ്ങോട്ട്, അവൾക്ക് ഞാനൊരു പണി കൊടുത്തിട്ടേ ഉള്ളൂ എന്നിങ്ങനെ പറയാം. അപ്പം രവി പറയുന്നുണ്ട്, വേണ്ടമ്മേ, എന്തിനാ ഇനി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എടാ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല, നിന്റെ മറ്റു 2 മരുമക്കളില്ലേ, അവളുമാർക്കും ചെറിയ പണി വെച്ചിട്ടുണ്ട്. നിന്റെ മൂത്ത മരുമോള് ഉണ്ടല്ലോ ശ്രുതി, അവൾക്ക് ഞാൻ 8ന്റെ പണി തന്നെ കൊടുക്കും. അവളെപ്പോലെ ഒരു മടിച്ചി മലേഷ്യക്കാരിയാണെന്ന് പറഞ്ഞ് നെഗളിച്ച് നിൽക്കുക. അവൾ മലേഷ്യക്കാരി തന്നെയാണോ? അവളുടെ അച്ഛനെയോ അമ്മയോ വല്ലോ നീ കണ്ടിട്ടുണ്ടോടാ? ഇല്ലല്ലോ. അവൾ പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ എല്ലാവരും മലേഷ്യയിലാണെന്ന്. അവൾ വെറുതെ കള്ളം പറയുന്നതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഒരു പെരുങ്കള്ളിയുടെ മുഖഭാവങ്ങളെല്ലാം അവക്കുണ്ട്. അപ്പം രവി പറയാം, വെറുതെ വേണ്ടാത്തതൊന്നും പറയാതെ അമ്മേ. അവളുടെ അച്ഛൻ മലേഷ്യയിലെ ജയിലിലാ, അതുകൊണ്ടാണ് അവരിങ്ങോട്ട് വരാത്തത്. അല്ലാതൊന്നുമല്ല. പക്ഷേ ആവശ്യത്തിന് പണമൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ശ്രുതിക്ക് ബിസിനസ് തുടങ്ങാനൊക്കെ മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ അച്ഛനല്ലേ പണം അയച്ചു കൊടുത്തത്. അതുകൊണ്ടല്ലേ അവർ ബിസിനസ് തുടങ്ങിയത്. ഓഹോ, മലേഷ്യയിൽ നിന്ന് അവളുടെ അച്ഛൻ അയച്ചു കൊടുത്ത പണത്തിന് നിനക്ക് വിലയുണ്ടല്ലേ? അപ്പം നിന്റെ 55 ലക്ഷം രൂപ എടുത്ത് ശ്രുതി കൊണ്ടുപോയി ഏതോ ഒരുത്തിക്ക് കൊടുത്ത് വിട്ടതൊന്നും ഒരു പ്രശ്നമല്ല അല്ലേ? ഇനി ആ പണം എങ്ങാൻ തിരിച്ചു കിട്ടിയോടാ അവന്? കിട്ടിയാലും നിന്റെ മൂത്ത മോനും മരുമോളും ഒന്നും അതിവിടെ അറിയിക്കില്ല. അതിൻ്റെ വീതം ശ്രുതിക്കും അതുപോലെ തന്നെ സച്ചിക്കും ശ്രീകാന്തിനും അവകാശപ്പെട്ടതാ. പക്ഷേ പാവം സച്ചിക്കും ശ്രീകാന്തിനും ഒന്നും അത് കൊടുക്കില്ല. അവൻ ഒറ്റയ്ക്ക് അത് വിഴുങ്ങും എന്ന് പറയുമ്പം രവി പറയാം, അങ്ങനെയൊന്നും ഇല്ലമ്മേ, അത് കിട്ടിയിട്ടില്ല. അവനെ ആ പെൺകുട്ടി പറ്റിച്ചു പോയി. ഓ, അവനെ പറ്റിച്ചു പോയില്ലെങ്കിലേ ഉള്ളൂ അതിശയം. അന്ന് രേവതി മോളെ വിവാഹം കഴിക്കേണ്ടത് അവനായിരുന്നു. അപ്പോൾ പാവപ്പെട്ട വീട്ടിലെ പെണ്ണായ രേവതിയെ അവന് വേണ്ട, പണക്കാരിയെയും കാനഡക്കാരിയെയും മതിയായിരുന്നു. അങ്ങനെ അവളുടെ പുറകെ നടന്ന് പണം കൊണ്ട് അവൾ പോയപ്പം അവനും മുങ്ങി നടന്നു. ഏതായാലും രേവതിക്ക് സച്ചിയെ തന്നെ വിവാഹം കഴിക്കാൻ പറ്റി. അവർ 2 പേരും അടാ ചേരുന്നത്. നിനക്കറിയോ, സച്ചി സ്നേഹമുള്ളവനാ. എൻ്റെ കൂടെ നിന്ന് വളർന്നത് കൊണ്ട് മാത്രമല്ല, അവൻ നല്ല ഒരു മനുഷ്യനാ. അവൻ്റെ ഭാര്യയായിട്ട് വരേണ്ടത് രേവതി തന്നെയാ. 2 പേരും നന്മയുള്ളവരാ എന്നൊക്കെ പറയുക. എന്നിട്ട് അടുക്കളയിലേക്ക് പോവുക കേട്ടോ നമ്മുടെ അച്ഛമ്മ. അടുക്കളയിൽ ചെല്ലുമ്പം എല്ലാം അലങ്കോലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. സച്ചിയാണ് രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ വേസ്റ്റും പാത്രങ്ങളും എല്ലാം ഇങ്ങനെ കിടക്കുക, നമ്മുടെ ശ്രുതിയൊക്കെ കഴിച്ചിട്ട് പോയ പാത്രവും. അപ്പോൾ അച്ഛമ്മ മനസ്സിൽ വിചാരിക്കുക, കണ്ടില്ലേ അടുക്കള കിടക്കുന്ന കണ്ടില്ലേ? രേവതി 2 ദിവസം അടുക്കളയിൽ കയറാതിരുന്നപ്പം അടുക്കളയുടെ അവസ്ഥ കണ്ടില്ലേ? മറ്റുള്ള പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഈ വീട്ടിലുണ്ടല്ലോ, അവർക്കാർക്കും ഇതൊന്നും വൃത്തിയാക്കാൻ തോന്നിയില്ലല്ലോ. ചന്ദ്രയാണെ ആ സമയത്ത് നൈസായിട്ട് അങ്ങ് മുങ്ങുകയും ചെയ്തു. അവൾ ഇങ്ങോട്ട് വരട്ടെ എന്നിങ്ങനെ പറയുക.
എന്നിട്ട് കുറച്ച് പാത്രമൊക്കെ എടുത്ത് കഴുകി വെച്ചിട്ട് ബാക്കിയൊക്കെ ഇവിടെ കിടക്കട്ടെ. ശ്രുതിയില്ലേ, അവൾ ഭക്ഷണം കഴിച്ച പാത്രമായിരിക്കുമല്ലോ ഈ കിടക്കുന്നത്. അവൾ വരുമ്പം അവളെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിക്കും. രേവതി ചെയ്ത എല്ലാ ജോലിയും ഇനി ശ്രുതി ചെയ്യട്ടെ. അങ്ങനെ മലേഷ്യക്കാരി മടി പിടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് നാളായിട്ട് ഇത് ആലോചിക്കുന്ന നമ്മുടെ ശ്രുതിയെ കൊണ്ടൊന്ന് പണി ചെയ്യിക്കണമെന്ന്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ കിട്ടുകയും ചെയ്തു. സൈഡ് പറയാനാണെങ്കിൽ ചന്ദ്രയും ഇവിടെ ഇല്ല എന്നൊക്കെ അച്ചമ്മ വിചാരിക്കാം. വൈകുന്നേരം ആകുമ്പോഴേക്കും ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വരികയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയും കൂടി. അപ്പോൾ അച്ചമ്മയെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് അവർ ഞെട്ടിപ്പോവാ. എന്നിട്ട് ശ്രുതിയോട് പറയാ, ദേ നിൻ്റെ അച്ചമ്മ ഇവർ വന്നിട്ടുണ്ടായിരുന്നോ? ഇവരെന്തിനാ ഇനി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഓ, രേവതിക്ക് അസുഖമായതുകൊണ്ട് കാണാൻ വന്നതായിരിക്കും. എന്നിട്ടെന്നാ ഇന്ന് പോകാഞ്ഞത്? ഇവിടെ നിന്ന പ്രശ്നമാകും ശ്രുതി. ഇവർ വെറുതെ വിടുകയല്ല. ഇവർക്കാണെ 5 മുഴം നാക്കുമുണ്ട്. എല്ലാവരെയും ഭരിക്കുന്ന സ്വഭാവമുണ്ട്. നേരത്തെ മുതലേ എന്നെ കാണാനും മേല. അങ്ങനെയുള്ളപ്പോൾ ഞാനും ഇവരും കൂടെ ചേർന്ന് പോകുകയല്ല ശ്രുതി. എന്തെങ്കിലും വന്നാ എൻ്റെ ഒപ്പം സപ്പോർട്ടിന് നിന്നോണം നീയും. അപ്പോൾ ശ്രുതി പറയാം, ഒന്നും മിണ്ടാതിരിക്കടി ശ്രുതി, അങ്ങനെയൊന്നുമില്ലെന്നേ. നാളെ തന്നെ അച്ചമ്മ അങ്ങ് പൊക്കോളും. ഇവിടെയൊന്നും നിൽക്കുകയല്ല. അവിടുത്തെ പറമ്പ് സ്ഥലമൊന്നും ഇട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുകയല്ല എന്ന് പറയാണ്. ആ, അച്ചമ്മ വന്നായിരുന്നോ? എന്താ ഇപ്പം പ്രത്യേകിച്ച് വന്നത്? രേവതിയെ കാണാനായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുക ശ്രുതി. അപ്പം അച്ചമ്മ പറയാണ്, ആ, രേവതി മോളെ കാണാനാ വന്നത്. കാണാൻ വേണ്ടി മാത്രമല്ല, അവളിങ്ങനെ അനങ്ങാൻ വയ്യാത്ത അവസ്ഥയെ കിടക്കുമ്പം അവളുടെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും നോക്കണ്ടേ? അത് നോക്കാനും കൂടിയായിട്ടാണ് ഞാൻ വന്നത്. എന്താ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം ശ്രുതി പറയാം, അതെന്താ അച്ചമ്മ അങ്ങനെ പറയുന്നത്? ഇവിടെ അച്ചമ്മ വന്ന് നിന്നാൽ അത് രേവതിക്കും അതുപോലെ എനിക്കും ഒക്കെ ഒരു സഹായമായല്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മ ചോദിക്കുക, നിനക്ക് ഞാൻ എന്ത് സഹായമാടി ചെയ്യേണ്ടത്? നീയല്ലേ ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. ഞാൻ രേവതിയെ കാണാൻ വന്ന് നിൽക്കുന്നതാ. എന്നെ നോക്കേണ്ടത് നീയല്ലേ. എന്നിട്ട് നിനക്ക് കൂടി ഈ വയസ്സായി ഞാൻ സഹായിക്കണമെന്നോ? എന്താ പറയുന്നത്? അപ്പം ശ്രുതി പറയാം, ഏയ് സോറി അച്ചമ്മേ, ഞാനാണെങ്കിൽ എപ്പോഴും ഓഫീസിൽ പോവുകയല്ലേ, എപ്പോഴും ഷോപ്പിലും അതുപോലെ തന്നെ പാർലറിലും ഒക്കെ പോകുന്നുണ്ട്. എനിക്ക് ഒട്ടും സമയമില്ല ഇതിനൊന്നും. അതാ ഇതൊന്നും ചെയ്യാത്തത്. ഓഹോ, ഞാൻ വന്നപ്പോൾ കണ്ടു അടുക്കള കിടക്കുന്നത്, അടുക്കളയിലെ പാത്രങ്ങൾ കിടക്കുന്നത്. അതുപോലെ ഇവിടെ കഞ്ഞിവയൊന്നും ഇല്ലേടി. ആ രേവതി എണീറ്റ് നടന്നുകൊണ്ടിരുന്നപ്പം അവൾ എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോടെ നോക്കുമായിരുന്നല്ലോ. രാവിലെ എണീറ്റ് വരുമ്പം എല്ലാവർക്കും കാപ്പി, അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഊണ്, 3-4 കൂട്ടം കറി, വൈകിട്ട് ഭക്ഷണം, ഇതെല്ലാം മേശപ്പുറത്ത് വിളമ്പി വെച്ച് നീയൊക്കെ കഴിച്ചിട്ട് പോകുന്ന ഭക്ഷണത്തിൻ്റെ പാത്രവും എച്ചിലും എടുത്തോണ്ട് പോയി അതെല്ലാം കഴുകി വെക്കാറില്ലേ? രാവിലെ എണീറ്റ് കുളിച്ച് മുറ്റത്ത് കോലം വരയ്ക്കാറില്ലേ? സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്താറില്ലേ? മുറ്റവും പുരിയും തുണിയും എല്ലാം അവളല്ലേ ചെയ്യാറ്. ഇപ്പം എന്താടി ഒന്നും ചെയ്യാത്തത്? നിനക്കൊക്കെ എന്താ ഇത് ചെയ്താൽ? വീട് തൂത്തുവാരുവോ തുടയ്ക്കുവോ വിളക്ക് കത്തിക്കുകയോ ഒന്നും ചെയ്യണ്ടെന്നാണോ? അപ്പം ശ്രുതി പറയാ, അത് അച്ചമ്മയെ എനിക്ക് നേരം കിട്ടാഞ്ഞിട്ടാ. കോലം വരയ്ക്കാനൊന്നും എനിക്കറിയില്ല, ഞാനതൊന്നും ശീലിച്ചിട്ടില്ല എന്ന് പറയാം. ഏയ്, അങ്ങനല്ലേ ഓരോന്ന് ശീലിക്കുന്നത്. നീ ശീലിച്ചിട്ടില്ലേ? നീ ഇന്ന് റെസ്റ്റ് എടുക്ക്. ഇപ്പോൾ പോയി ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചേ. രാവിലെ എൻ്റെ മോൾ ഇട്ടിട്ട് പോയതല്ലേ. നിൻ്റെ ഒന്നും വെച്ചിപ്പാത്രം കഴുകാൻ അച്ചമ്മയ്ക്ക് നേരെയില്ല. ഞാൻ രേവതി മോളെ നോക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. അവളുടെ കാര്യങ്ങൾ ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ നീയൊക്കെ തന്നെ ചെയ്യണം. പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് വാ. എന്നിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കാൻ. രാവിലെ ഞാൻ കോലം എഴുതാനും ഒക്കെ നിന്നെ പഠിപ്പിക്കാം. അപ്പോഴേക്ക് ശ്രുതിയുടെ മുഖം അങ്ങോട്ട് വാടി ശ്രുതിയെ ഇങ്ങനെ കാലിച്ച് നോക്കുക. എന്നിട്ട് ശ്രുതിയാണെ പേടിച്ച് പറിച്ച്, വാ ശ്രുതി, മുറിയിലേക്ക് വാ, നമുക്ക് ഫ്രഷ് ആവാന്ന് പറയുമ്പോൾ അച്ഛൻ പറയാം, അവിടെ നിൽക്കും ഫ്രഷ് ആവാൻ. ഈ പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വെച്ചിട്ട് പോയി മോള് ഫ്രഷ് ആയാൽ മതി എന്ന് പറയുമ്പോൾ ആകെ മൊത്തം ദേഷ്യത്തിൽ പോയി നിന്ന് പാത്രം കഴുകാണ് കേട്ടോ നമ്മുടെ ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. പാത്രമൊക്കെ എടുത്ത് വലിച്ചെറിയുക, എന്തൊക്കെയോ പൊറുപൊറുക്കുക. ഭരിക്കാനായിട്ട് വന്നിരിക്കുക അവർ. ഇത്രയും നാളും കുറേ സമാധാനം ഉണ്ടായിരുന്നു. രേവതിയുടെ കാലൊടിഞ്ഞപ്പം ഞാനൊന്ന് സന്തോഷിച്ചതാ. ഇപ്പം അതെനിക്ക് തന്നെ പാരയായി. അവൾക്ക് സുഖവും 6 ആഴ്ച അനങ്ങാതെ കട്ടിലിൽ കിടന്നാൽ മതി. ഈ പാത്രങ്ങളൊക്കെ അത്രയും നാൾ ഞാൻ കഴുകണമെന്നാണോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ട് വരികയാണ് നമ്മുടെ ശ്രുതി ചോദിക്കുക, ഞാനും കൂടി സഹായിക്കണോ ശ്രുതി? സഹായിച്ചു, ഇവിടെ നിന്ന് ഇത് മൊത്തം കഴുകുന്ന എന്നും പറഞ്ഞ് അതവിടെ ഇട്ടിട്ട് ശ്രുതി അകത്തേക്ക് പോവുക. അപ്പോൾ അച്ചമ്മ വന്ന് നോക്കുമ്പോൾ ശ്രുതി നിന്ന് പാത്രം കഴുകുക. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, ആഹാ, നിൻ്റെ ഭാര്യയ്ക്ക് കഴുകാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് നീ അങ്ങ് സഹായിച്ചു കൊടുക്കുമല്ലേ? വളരെ നല്ല കാര്യമാണ് ശ്രുതി, നീ ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല, നീ അവിടെ നിന്ന് കഴുകുക കേട്ടോ എന്ന് പറയുമ്പോൾ ശ്രുതിയും ആകെ ദേഷ്യത്തിൽ നിന്ന് കഴുകുക. അത് കഴിയുമ്പോഴേക്കും ശ്രുതി റൂമിലൊക്കെ പോയി ഫ്രഷ് ആയി കഴിയുമ്പോൾ അച്ചമ്മ വിളിക്കുക, ശ്രുതി വാ, നമുക്ക് ഫുഡ് ഉണ്ടാക്കാം, വൈകിട്ടത്തെ ഭക്ഷണം ഉണ്ടാക്കണ്ടേ?
അപ്പോൾ ശ്രുതി പറയാം, അച്ചമ്മയെ എനിക്ക് വൈകിട്ടത്തെ ഭക്ഷണം വേണ്ട, ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയാൻ. ആഹാ, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടേ, രവിക്ക് വേണ്ടേ, രേവതി മോക്ക് വേണ്ടേ, സച്ചിക്ക് വേണ്ടേ? അവർക്കൊക്കെ ഭക്ഷണം വേണമെന്നേ. നീയും കൂടെ വാ, ഞാനും കൂടാം. നിന്നെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഞാൻ പഠിപ്പിക്കാം. അല്ലെങ്കിലും ഇനി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് മോശമല്ലേ? എന്നും പുറത്തുനിന്നൊക്കെ കഴിക്കാൻ പറ്റുന്ന കാര്യമാണോ മോളെ? രേവതി മേലാതെ കിടക്കുമ്പം ഇനിയും നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കണ്ടേ? അതുകൊണ്ട് വാ ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുക. ശ്രുതിക്ക് നല്ല വിശപ്പും ദേഷ്യവും ഒക്കെ ഉണ്ട്, കാരണം ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയല്ലേ കഴിക്കാൻ. അപ്പോൾ ശ്രുതി അവിടെ വന്നിട്ട് പറയാം, അച്ചമ്മ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന ഫുഡ് കഴിച്ചോട്ടെ. അപ്പോഴേക്കും പറയാം, നീ പോയി കഴിച്ചോടാ, ഇവിടെ നിന്ന് ഇതൊക്കെ ചെയ്യട്ടെ. നിനക്ക് വിശപ്പെന്നൊരു വിചാരമേ ഉള്ളൂ, നീ കഴിക്കുക. ഇനി പിന്നെ ദേ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വന്നേക്കരുത് എന്ന് പറഞ്ഞ് ശ്രുതിയാണെ വിശന്ന് നിന്ന് ഓരോന്നൊക്കെ ചെയ്യുക. അപ്പോൾ അച്ചമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടി അതെടുത്തിട് ഇതെടുത്തിടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കുക്കിംഗ് ചെയ്യിക്കുമ്പോൾ ശ്രുതിക്കാണെങ്കിൽ കൈയൊക്കെ പൊള്ളുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രാഗി പേർക്ക് ശ്രുതി നിന്ന് വിയർത്ത് കുളിച്ച് നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പാത്രമൊക്കെ കഴുകി എല്ലാം കഴിഞ്ഞാൽ കേട്ടോ അച്ചമ്മ കിടത്തുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, കിടക്കാൻ പോകുമ്പം ദേ വെളുപ്പിനെ 5 മണിക്ക് തന്നെ ഉണരണം, രാവിലെ കുളിച്ചിട്ട് ദേ മുറ്റത്തോട്ട് വരണം, മുറ്റം അടിച്ച് തളിച്ച് കോലം വരയ്ക്കേണ്ടതാ. ഞാനും വരാം ആ സമയത്ത്, കോലം വരയ്ക്കാൻ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. എന്നും രേവതി മോള് തന്നെ വരച്ചാൽ മതിയോ, നീയും വരയ്ക്കണ്ടേ? ഓ, നാശം പിടിക്കാൻ എന്ന് പറഞ്ഞേ ശ്രുതി റൂമിലേക്ക് പോയിട്ട് ശ്രുതിയോട് പറയാം, നാശം പിടിക്കാൻ നിൻ്റെ ഒരു അച്ചമ്മ, അവരുടെ ഒരു കോലം നാശം പിടിക്കാൻ. ഇനി കോലം വരയ്ക്കാത്ത കുറവേ ഉള്ളൂ. വെളുപ്പിനെ 5 മണിക്ക് എണീറ്റ് കുളിച്ച് എനിക്കിതൊന്നും പറ്റുകയല്ല ശ്രുതി. അപ്പോൾ ശ്രുതി പറയാം, എടി 2 ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോൾ അമ്മ ഇനി വരുമല്ലോ, അപ്പം പിന്നെ അച്ചമ്മ പോവുകയും ചെയ്യും. ഈ പ്രശ്നം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ എന്ന് ശ്രുതി പറഞ്ഞു കൊടുക്കുക. അങ്ങനെ രാവിലെ വിളിച്ചെണീപ്പിച്ച് നമ്മുടെ ശ്രുതിയെ കുളിപ്പിച്ച് മുറ്റമൊക്കെ അടുപ്പിച്ച് കോലം വരയ്ക്കാൻ ഇരുത്തി അച്ചമ്മ അടുത്തങ്ങ് ഇരിക്കുക. ഇരുന്നേച്ച് പറയുകയാണ്, എടി വരയ്ക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന്. ശ്രുതി പ്രാഗിക്കൊണ്ടിങ്ങനെ വരയ്ക്കുക. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കുന്നു. അത് കഴിയുമ്പം ശ്രുതി പറയാം, ഞാൻ പോവുക ഓഫീസിൽ. അപ്പം ടൈമൊക്കെ അങ്ങ് പോയി. എന്നിട്ട് പോയാൽ മതി, എന്നിട്ട് തുറന്നാൽ മതി മോളെ, ഇടയ്ക്ക് കുറച്ച് ദിവസത്തേക്കല്ലേ ഉള്ളൂ, രേവതി വയ്യാതെ കിടക്കുന്നതുകൊണ്ടല്ലേ, സാരില്ല എന്നൊക്കെ പറയാം. അങ്ങനെ ദേഷ്യപ്പെട്ട് നമ്മുടെ ശ്രുതിയൊക്കെ പോവാണ്. അങ്ങനെ വർഷയും ശ്രീകാന്തും പോകുന്നു, എല്ലാവരും പോവാണ്. അങ്ങനെയൊക്കെ ദിവസവും വർഷയെ കൊണ്ടും ശ്രുതിയെ കൊണ്ടും ഒക്കെ ജോലി ചെയ്യിക്കുക. വർഷ പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സന്തോഷത്തോടെ. പക്ഷെ ശ്രുതിക്കാണ് അച്ചമ്മയായിട്ട് എപ്പോഴും അടിയാണ്. അച്ചമ്മയാണ് 8ൻ്റെയും 16ൻ്റെയും പണി കൊടുത്തോണ്ടേയിരിക്കുക ശ്രുതിക്ക്. അതുപോലെ ശ്രുതിയാണെങ്കിൽ ആകെ ചീത്ത കേട്ട് മടുത്തു, കാരണം ശ്രുതി ചീത്ത പറഞ്ഞ് മടുത്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് 2 ആഴ്ചയൊക്കെ ആയി. 2 ആഴ്ച കഴിയുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര വരാറാവുകയാണ്. അപ്പോൾ ചന്ദ്ര വരാറാകുമ്പം രവി പറയുന്നുണ്ട്, അമ്മേ നാളെ ചന്ദ്ര വരും, തീർത്ഥാടനമൊക്കെ കഴിയാറായി. അവൾ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നാളെ രാവിലെ എത്തുമെന്നാണ് പറഞ്ഞത്. രേവതിക്ക് എങ്ങനെയുണ്ടെന്ന് പ്രത്യേകം ചോദിച്ചു. അവൾ എണീറ്റ് നടക്കാൻ തുടങ്ങിയോന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ അച്ഛൻ പറയും, ഓഹോ 2 ആഴ്ച കൊണ്ട് അവളുടെ കാല് ശരിയായെങ്കിൽ അവൾ എണീറ്റ് നടന്നോട്ടേന്ന്. അവളുടെ കാലിന് വേദനയൊക്കെ കുറവുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ രേവതി മോൾ 6 ആഴ്ച കഴിയാതെ ആ കട്ടിലിൽ നിന്ന് എണീക്കില്ല. നിന്റെ ഭാര്യയ്ക്ക് അവൾ എണീറ്റ് നടന്നോന്ന് അറിയണം, എന്നിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. എന്നാലല്ലേ അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് ഇവക്കൊരു മൂലയിൽ ഇരിക്കുകയും കിടക്കുകയും ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ വേണ്ട, ഏതായാലും നിന്റെ ഭാര്യ വരട്ടെ, അവളെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ടേ ബാക്കി കാര്യങ്ങളൊന്ന് പറയാം. അങ്ങനെ നമ്മുടെ ചന്ദ്ര പിറ്റേ ദിവസം വന്ന് കയറുമ്പോഴേ അച്ഛമ്മയെ കാണുമ്പോൾ ദേഷ്യമാണ് കേട്ടോ. ഇവർ വന്ന് നിൽക്കുകയാണോ, ഇനിയിപ്പോൾ എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങും, തീർത്ഥാടനത്തിന് പോയതിനുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും, നാശം, ഇന്ന് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കയറി വരുക. അപ്പോഴേക്കും രവിയേട്ടാ, രേവതിക്ക് എങ്ങനെയുണ്ട്, അവൾ എണീറ്റ് നടക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ രവി പറയാം, ഇല്ല എണീറ്റ് നടക്കാൻ തുടങ്ങിയില്ല, അവൾക്ക് പതുക്കെ കാല് കുത്താം, പക്ഷേ അമ്മ പറഞ്ഞു 6 ആഴ്ച കഴിഞ്ഞിട്ട് എണീറ്റ് നടന്നാൽ മതിയെന്ന്. അതെന്താ അമ്മേ അങ്ങനെ പറഞ്ഞത്? കാല് കുത്താറായെങ്കിൽ പിന്നെ അവൾ നടക്കുകയല്ലേ, പതുക്കെ നടന്നാലല്ലേ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഓഹോ, നീ ഇപ്പോൾ അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനാണോ തീർത്ഥാടനം കഴിഞ്ഞു വന്നത്? ചന്ദ്രേ, നീ എന്ത് പണിയെ കാണിച്ചത്? രേവതി മോളുടെ കാലൊടിഞ്ഞ് ഇവിടെ കിടക്കുന്ന സമയം നോക്കി നീ 2 ആഴ്ചത്തെ തീർത്ഥാടനത്തിന് പോയി. എന്തായിരുന്നു അത്യാവശ്യം? എന്നിട്ട് പാപങ്ങളൊക്കെ നീ കഴുകി കളഞ്ഞോ? കുടുംബത്തിന് ഐശ്വര്യം വാരി കൊട്ടയും നീ കൊണ്ടുവന്നോ? അപ്പോൾ ചന്ദ്ര പറയാൻ, അമ്മ എന്നോട് ഉടക്കാൻ നിൽക്കാല്ലേ, ഞാൻ എന്താ പിന്നെ ചെയ്യേണ്ടത്? തീർത്ഥാടനത്തിന് പോകാൻ ഭാമ വിളിച്ചപ്പോൾ ഞാൻ പോയി. പിന്നെ രേവതിയുടെ കാലൊടിഞ്ഞോ നോക്കി എനിക്കിവിടെ നിൽക്കാൻ പറ്റുമോ? എനിക്കിപ്പോൾ അവളെ നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാനിവിടെ നിന്നാലും അവളെ പിടിച്ചെണീപ്പിക്കാനും അവൾക്ക് ഭക്ഷണം കൊടുക്കാനും അവളുടെ കാര്യങ്ങളൊന്നും നോക്കാനും എനിക്ക് പറ്റില്ല. ഓഹോ, അതങ്ങനെയല്ലേ? നിന്റെ മറ്റു മരുമക്കൾക്ക് 2 പേർക്കുമാണ് ഇങ്ങനെ ഉണ്ടായെങ്കിൽ നീ നോക്കുകയല്ലായിരുന്നോ? അരികിന്ന് മാറുമായിരുന്നോ? ഇല്ലല്ലോ. ഇപ്പം രേവതി മോക്ക് ഇങ്ങനെ ഉണ്ടായപ്പം അവൾ പാവപ്പെട്ട വീട്ടിലെ പെണ്ണായതുകൊണ്ട് അവളെ നോക്കാൻ നിനക്ക് വയ്യ, അതുകൊണ്ട് നീ പോയി അല്ലേ?
പിന്നല്ലാതെ എനിക്ക് അവളെ നോക്കട്ടെ കാര്യമൊന്നുമില്ല എന്ന് പറയേ ചന്ദ്ര. ഓഹോ, അപ്പം പണത്തിൻ്റെ പേരിലാണ് നീ ഇതൊക്കെ ചെയ്തത്. അങ്ങനെയാണേ ചന്ദ്ര നീ കേട്ടോ, എൻ്റെ സ്വത്ത് മുഴുവൻ ഞാൻ രേവതി മോൾക്ക് എഴുതി കൊടുക്കും. സച്ചിക്കും രേവതിക്കും കൂടി എൻ്റെ സ്വത്തുക്കൾ എല്ലാം എഴുതി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ നിൻ്റെ മരുമോൾ രേവതി ഒന്നുമില്ലാത്തവളല്ലല്ലോ. കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് അവളുടെ പേരിലേക്ക് അങ്ങ് വരും. ഒറ്റ ചില്ലിക്കാശ് നിൻ്റെ മറ്റു മരുമക്കൾക്കോ നിനക്കോ തരാൻ പോകുന്നില്ല ഞാൻ. എല്ലാം എൻ്റെ രേവതി മോൾക്കുള്ളതാ. അങ്ങനെയാവുമ്പം എങ്ങനെയുണ്ട്? അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. അപ്പോൾ പിന്നെ പണം ഇല്ലാത്തവളെന്ന് പറഞ്ഞ് നീ അവളെ കുത്തുകയല്ലോ, ഇങ്ങനെ ഉപദ്രവിക്കുകയല്ലോ. നീ അവളുടെ പുറകെ നടക്കൂടി. അവളെ ഒന്നുമില്ലാത്തവളല്ല ഇനി മുതൽ. എൻ്റെ എല്ലാ സ്വത്തിൻ്റെ അവകാശി രേവതിയായിരിക്കും. അപ്പോൾ ചന്ദ്ര പറയും, അമ്മ എന്തിനാ ഇങ്ങനെ കടുപ്പിച്ച് തീരുമാനം എടുക്കുന്നത്? അങ്ങനെ സ്വത്തുക്കൾ മുഴുവൻ അവൾക്ക് കൊടുക്കേണ്ട കാര്യം എന്താ? ഈ വീട്ടിൽ ദേ രവിയേട്ടനല്ലേ കൊടുക്കേണ്ടത്. അല്ലാതെ രേവതി എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ആ മാലകെട്ടുകാരിക്ക് ഇത്രയും പണവും സ്വത്തും ഒക്കെ എഴുതി കൊടുക്കാൻ അമ്മ വെറുതെ മണ്ടത്തരമൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോഴേക്കും ഉടനെ പറയാണ് കേട്ടോ അച്ചമ്മ, അതെ എൻ്റെ തീരുമാനം ഉറച്ചത് തന്നെയാണ്, ഞാനത് ചെയ്യാനും തീരുമാനിച്ചതെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുക. നമ്മുടെ ചന്ദ്രയ്ക്ക് തീർത്ഥാടനം കഴിഞ്ഞ് വരുമ്പോൾ 8ൻ്റെ പണിയാണ്. സ്വത്ത് മുഴുവൻ രേവതിയുടെ പേരിൽ പോവല്ലോ എന്നോർത്ത് ആകെപ്പാടെ നീറി കഴിയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്